പൊതുവെ ലോകത്തെല്ലായിടത്തും സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന രീതിയാണ് നിലവിലിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2002 UN വിമൻ ഫോം ചെയ്യപ്പെട്ടത്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ് UN വിമൻ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ഈ പറയപ്പെട്ട ഈ രണ്ടാം തരം പൗരൻ എന്ന പദവി മാറ്റി സ്ത്രീക്ക് തുല്യ പദവി ലഭ്യമാക്കുക ലോകത്തെല്ലാം. അതിനു വേണ്ടിയാണ് അങ്ങനെ ഒരു UN വിമൻ ഒരു സംഘടന തന്നെ, ഒരു ഓർഗനൈസേഷൻ തന്നെ ഫോം ചെയ്യുന്നത്. അതിനുശേഷം ജെൻഡർ ബജറ്റിംഗ് വന്നു. അതായത് എല്ലാ ബജറ്റുകളിലും, എല്ലാ രാജ്യങ്ങളുടെ ബജറ്റുകളിലും, എല്ലാ സംസ്ഥാനങ്ങളുടെ ബജറ്റുകളിലും സ്ത്രീക്ക് മാത്രമായി ഒരു അലൊക്കേഷൻ വരണം. അവർക്ക് മാത്രമായി, സ്ത്രീയുടെ ആവശ്യങ്ങൾക്ക് മാത്രമായി ചെലവഴിക്കേണ്ട തുക, അങ്ങനെ ഒരു ജെൻഡർ ബജറ്റിംഗ് എന്ന പ്രിൻസിപ്പിൾ ഉണ്ടായി. അതുപോലെ തന്നെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ആഗോളതലത്തിൽ വന്നത്, ഗൃഹഭരണം. അതായത് വീട്ടിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലി പോലും ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ കാൽക്കുലേഷന് ചേർക്കപ്പെടണം. അങ്ങനെ ചേർക്കുമ്പോൾ GDP കൂടും. ഇപ്പോൾ GDP എന്ന് പറയുന്നത് പണത്തിന് വേണ്ടി കോൺട്രാക്ട് ലേബർ നടത്തുന്ന അത്തരം ജോലികൾ മാത്രമാണ് തൊഴിൽ എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഗാർഹികമായി ചെയ്യുന്ന തൊഴിലുകളൊന്നും കണക്കാക്കപ്പെടുന്നില്ല. അപ്പോൾ അത് പോരാ, അതും കണക്കിലെടുക്കണം. അത് വളരെ പ്രധാനമായിട്ടും കണക്കിലെടുക്കണം. ബിക്കോസ് 1980 തന്നെ യുണൈറ്റഡ് നേഷൻസ് ഒരു പഠനം നടത്തി പറഞ്ഞിരുന്നു, ലോകത്ത് ചെയ്യപ്പെടുന്ന ജോലിയുടെ 2/3 സ്ത്രീകളാണ് ചെയ്യുന്നത്. അത് കണ്ടെത്തലാണ്, വലിയ ഒരു അന്തർദേശീയ സർവേയുടെ കണ്ടെത്തലായിരുന്നു. ആകെ ലോകത്ത് ഒരു ദിവസം ചെയ്യപ്പെടുന്ന ജോലിയുടെ 2/3 ചെയ്യുന്നത് സ്ത്രീകളാണ്. പക്ഷേ അവർക്ക് കിട്ടുന്ന വേതനമോ, ഇൻകത്തിന്റെ, അതായത് ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന ഇൻകത്തിന്റെ, തൊഴിലിന്റെ കൂലിയായിട്ടൊക്കെ വിതരണം ചെയ്യപ്പെടുന്ന ഇൻകത്തിന്റെ 10% മാത്രമാണ് സ്ത്രീകൾക്ക് കിട്ടുന്നത്. അതെന്താണ് കാണിക്കുന്നത്? തുല്യ വേതനമില്ല, വേതനത്തിൽ വലിയ വ്യത്യാസമുണ്ട് സ്ത്രീക്കും പുരുഷനും തമ്മിൽ എന്നാണ് അത് കാണിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ കണ്ടെത്തൽ, ആകെ ധനത്തിന്റെ, ആഗോളതലത്തിലുള്ള ആകെ ധനത്തിന്റെ 100% മാത്രമാണ് സ്ത്രീകളുടെ കരങ്ങളിൽ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരിലുള്ളത് എന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് വിമൻ എന്ന് പറഞ്ഞ ഒരു വിമൻസ് ഡെക്കഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 വർഷം സ്ത്രീകൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് മാറ്റിവെച്ചു. എന്നിട്ടൊന്നും ഇതിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല. അത് തന്നെയാണ്, ആ മാറ്റമില്ലായ്മ തന്നെയാണ് ഇന്ത്യയിലും കാണുന്നത്. അത് മാത്രമല്ല, ഇത്തരം ഉച്ചനീചത്വങ്ങൾ മാത്രമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത് സാരമില്ലെന്ന് വെക്കാമായിരുന്നു നമുക്ക്. പക്ഷേ ഇവിടെ അങ്ങനെയുമല്ല. നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ കണ്ടതുപോലെ നമുക്കറിയാം, നിർഭയമാരുടെ ഒരുപാട് കഥകൾ നമുക്കറിയാം. അപ്പം അങ്ങനെ ഉള്ള ഒരവസ്ഥ, ഒരു ഇൻഡസ്ട്രിയെ മൊത്തം ആ തരത്തിലുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്ന് പറയുന്ന, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു കേന്ദ്രമാക്കി മാറ്റുക എന്ന അവസ്ഥയിലേക്ക് താഴ്ത്തി കെട്ടിക്കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആ അധോലോകത്തിന്റെ പിടിയിൽ നിന്ന് ആ വ്യവസായത്തിലും സ്ത്രീകൾക്ക് ജീവിക്കണം. സ്ത്രീകൾക്ക് അവിടെയും തൊഴിൽ ചെയ്യാൻ അവകാശമുണ്ട്. അവൾക്ക് ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ധൈര്യത്തോടുകൂടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിജീവിതയ്ക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം സാധാരണ രീതിയിൽ, അതും ആ കുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുകയും അതുപോലും ഗവനിക്കാതെ കോടതിയെ സമീപിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ധീരതയ്ക്കുള്ള അവാർഡാണ് ആ കുട്ടിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല മിടുക്കികളായ നടിമാര് സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമത്തിന്റെ ഫലമായിട്ട് അവർ ഒതുക്കപ്പെട്ടു. അവർക്ക് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ കിട്ടാമായിരുന്ന അവസരങ്ങളൊക്കെ തുടച്ചു മാറ്റപ്പെട്ടു. എങ്കിൽ പോലും അവർക്ക് അതിൽ ആശങ്കയില്ല. അതായത് അവർ ശ്രമിക്കുകയാണ്, ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തുല്യതയുടെ സ്വരം ഉണ്ടാക്കാൻ ഒക്കുമോ, ഒരവസ്ഥ സൃഷ്ടിക്കാൻ, സംജാതമാക്കാൻ പറ്റുമോ എന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് അവരിപ്പോഴും പറയുന്നത്, അമ്മ പിരിച്ചുവിടരുതായിരുന്നു, കുറ്റാരോപിതർ മാത്രം ഒഴിഞ്ഞു മാറിയാൽ മതിയായിരുന്നു. അത് മാത്രവുമല്ല, ഇത്തരക്കാരോടൊന്നും, അതായത് യഥാർത്ഥത്തിൽ ഈ ധൈര്യവതികളായ സ്ത്രീകളോട് ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല അമ്മ പിരിച്ചുവിട്ടത് എന്ന് വരെ നമ്മൾ അറിയാം. ധൈര്യവതികളായ സ്ത്രീകളോടും നീതിയുള്ള പുരുഷന്മാരോടും ചോദിക്കാതെയാണ് അമ്മ പിരിച്ചുവിട്ടത്. അപ്പം ഞങ്ങളും ചെളിവാരി എറിയപ്പെട്ടേക്കാം എന്ന ഒരു ഭയം കൂടി ഈ ഒളിച്ചോട്ടത്തിന്റെ പുറകിൽ കാണുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട്. എന്നിട്ടും നമ്മൾ പറഞ്ഞു, ഇത് ഒരു പൂർണ്ണമായ ഒരു കഥയല്ല. ഈ കഥയ്ക്കകത്ത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ
അവിടെ ഇവിടെ മാത്രമാണ് ചെറിയ ചെറിയ രശ്മികൾ പൊങ്ങി വന്നിട്ടുള്ളത്. അതായത് ഈ പീഡന പർവ്വം വിവരിച്ചുകൊണ്ടുള്ള രശ്മികളാണ് ഞാൻ പറയുന്നത്. അത്തരം രശ്മികൾ വളരെ അപൂർവമായി മാത്രമാണ് അവിടെ ഇവിടെ പൊങ്ങി വന്നത്. യഥാർത്ഥത്തിൽ ഇതുപോലെ എത്രയോ പേർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യകാല ആരംഭം മുതൽ തന്നെ. പക്ഷെ അവരൊക്കെ ഇപ്പൊ കുടുംബസ്ഥരായി ഒക്കെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആ കുടുംബ ജീവിതത്തിലേക്ക് കല്ലുവാരിയിടാൻ ആഗ്രഹമില്ല. കാരണം അവര് അത്തരം കഥകൾ പുറത്തു പറയുമ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ, അവരുടെ മക്കൾ എല്ലാമാണ് അപമാനിതരാകുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വ്രണിത ഹൃദയരായ ആ സ്ത്രീകൾ ഇപ്പോഴും അതൊക്കെ തുറന്നു പറയാതെ ഇരിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാൻ. അപ്പൊ എല്ലാ കാലത്തും സ്ത്രീകൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിലുള്ളവരുടെ നന്മ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ കൂടി നന്മയാണ്, അതിനുവേണ്ടി പലതും സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് ഞാൻ ഗാരി എസ് ബെക്കർ എന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് 1991 നോബൽ പ്രൈസ് കിട്ടിയ ഒരു സാമ്പത്തിക വിശാരദനാണ് ഗാരി എസ് ബെക്കർ. ബെക്കറിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയ ബുക്കിന്റെ പേര് എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി എന്നാണ്. അതായത് കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം. ഈ കുടുംബത്തെ പറ്റിയുള്ള പഠനത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത് സ്ത്രീകളുടെ എൻഡ്യൂറൻസ്, ക്ഷമാശീലം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ മിതോളജിയില് ഭൂമിയോളം ക്ഷമിക്കുന്ന സ്ത്രീ എന്നാണ് പറയുന്നത്, സർവം സഹയായ സ്ത്രീ എന്നാണ് പറയുന്നത്. അങ്ങനെ സർവം സഹയായ സ്ത്രീയെ അവളുടെ അവകാശങ്ങൾ പോലും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പീഡിപ്പിക്കാൻ തയ്യാറാകുന്ന പുരുഷന്മാരെയാണ് നാം ഇവിടെ കാണുന്നത്. അതായത് അവരുടെ അവകാശമാണ്, സൗന്ദര്യമുണ്ട്, അഭിനയ സിദ്ധിയുണ്ട്, ആ സിദ്ധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. ആ അവകാശം നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് അവർ നിങ്ങൾക്ക് അഭിനയിക്കണോ, നിങ്ങൾക്ക് സിദ്ധിയുണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടാലേ നിങ്ങൾക്കിവിടെ അഭിനയിക്കാൻ സാധിക്കൂ എന്ന രീതിയിൽ അവരെ മനഃപൂർവ്വമായിട്ട് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് സ്ത്രീയുടെ ക്ഷമാശീലം, അതാണ് കുടുംബത്തിന്റെ ആധാരം. ആ കുടുംബത്തിന്റെ ആധാരമാണ് നമ്മുടെ സമൂഹത്തിന്റെ ആധാരം, ലോകത്തിന്റെ തന്നെ ആധാരം. അങ്ങനെയുള്ള സ്ത്രീയെ വേട്ടയാടാൻ അങ്ങനെ വിട്ടുകൊടുത്തുകൂടാ. അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ഗവൺമെന്റ് ശക്തമായ നിലപാട് എടുക്കണം. അത് മാത്രമല്ല, എന്താണ് ഈ പൂഴ്ത്തി വെച്ചിരിക്കുന്ന 129 പാരഗ്രാഫുകളിലുള്ളത്, അത് ഇവിടുത്തെ പൊതുജനത്തിന് അറിയാൻ അവകാശമുണ്ട്. അവരറിയണം ആര് എവിടെ എങ്ങനെ എന്നുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് പൊതുജനത്തിന് അറിയാൻ അവകാശമുണ്ട്. അതാണല്ലോ വിവരാവകാശ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ അവകാശം എന്തുകൊണ്ടാണ് ധ്വംസിക്കപ്പെടുന്നത് എന്ന് പുറത്ത് ജനങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തുല്യത. എവിടെ തുല്യം അഭിനയിക്കാൻ ശേഷിയുള്ളവർ അഭിനയിക്കട്ടെ, പക്ഷെ വേതനത്തിൽ തുല്യത വരില്ല. അവിടെയാണ് തുല്യത ഏറ്റവും ആദ്യം വരേണ്ടത്. വേതനത്തിലാണ് തുല്യത വരേണ്ടത്. എന്തുകൊണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ വേതനത്തിൽ തുല്യത വന്നുകൂടാ? അവിടെ തുല്യത വരണം. കാരണം ഒരുപോലെയാണ് അഭിനയിക്കുന്നത്. ആ സ്ത്രീയും അഭിനയിക്കുന്നു, അവരുടെ എല്ലാ പ്രാപ്തിയും പ്രയോജനപ്പെടുത്തി, പുരുഷനും അഭിനയിക്കുന്നു, അവന്റെ എല്ലാ പ്രാപ്തിയും പ്രയോജനപ്പെടുത്തി. പിന്നെ എന്തുകൊണ്ട് രണ്ടുപേർക്കും രണ്ടു തരത്തിൽ വേതനം കൊടുക്കണം? അതുപോലെ സഹനടിമാരോ സഹനടന്മാർക്കോ ആണെങ്കിൽ അവർക്ക് രണ്ടാം നിലവാരത്തിലുള്ള വേതനം കൊടുക്കുക. ഏതായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പുരുഷൻ ഒരു വേതനം, സ്ത്രീക്ക് വേറൊരു വേതനം എന്നൊരു തിരിച്ചു വ്യത്യാസം ഒരു കാരണവശാലും വരാൻ പാടില്ല. നമ്മുടെ നാട്ടില് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തന്നെ പറഞ്ഞതുപോലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീയും പുരുഷനും തുല്യ പദവി അർഹിക്കുന്നവരാണ്. അവർ തുല്യ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്യുന്നത്. കുടുംബം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഗാരി എസ് ബെക്കർ അദ്ദേഹം തന്നെ പറയുന്നത് ഒരു സംരംഭം തുടങ്ങൽ പോലെയാണ് ഒരു കുടുംബം തുടങ്ങുന്നത്. അപ്പോൾ ഒരു സംരംഭത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാന്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക. അപ്പൊ കുടുംബം എന്ന സംരംഭത്തിലെ ഏതാണ് ഉൽപ്പന്നം? കുട്ടികളാണ്. ആ കുട്ടികളെ ഉത്തമ പൗരന്മാരാക്കി അവരുടെ വളർച്ചയുടെ ഗരിമയിലേക്ക് എത്തിക്കുക, അതാണ് കുടുംബത്തിന്റെ ദൗത്യം. ആ കാര്യത്തിൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സംഭാവന ചെയ്യുന്നത് എന്നാണ് ബെക്കർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗർഭത്തിൽ ആകുന്ന അവസ്ഥ മുതൽ ആ കുട്ടി പ്രസവിച്ച് 5 വയസ്സാകുന്നത് വരെയുള്ള കാലഘട്ടത്തിലെ ആണ് ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ, ആരോഗ്യം ഫോം ചെയ്യപ്പെടുന്നത്. ഇതെല്ലാം ആ സമയത്തൊക്കെ അമ്മയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് പരമപ്രധാനമായ ഡ്യൂട്ടി. ആ കുട്ടിയുടെ ബാക്കി കാലത്തെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്ന
വളർച്ചാ കാലഘട്ടമാണ് ഈ ഗർഭപാത്രത്തിൽ നിന്ന് 5 വയസ്സ് വരെയുള്ള വളർച്ച. ആ സമയത്തെല്ലാം കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ പരിചരിക്കുന്നതും നോക്കുന്നതും അമ്മയാണ് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ അതായത് മനുഷ്യവർഗത്തിന്റെ വളർച്ചയിലും വികസനത്തിലും ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ് സ്ത്രീ. പുരുഷന്മാരെ പോലെ അവരെക്കാൾ കൂടുതലായിട്ട് സംഭാവന ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീക്ക് തുല്യ പദവി കൊടുക്കുന്നില്ല? സ്ത്രീ ബുദ്ധിപരമായിട്ട് താഴെയല്ല, ലെഫ്റ്റ് ടു ഹെർസെൽഫ്. അതായത് ഒരേ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്താൽ, സ്ത്രീക്കും പുരുഷനും കൊടുത്താൽ, സ്ത്രീ പുരുഷനേക്കാൾ മെച്ചമായിട്ടോ പെർഫോം ചെയ്യും എന്നുള്ളതിന് ധാരാളം തെളിവുകൾ ലോകത്തുണ്ട്. അത് മാത്രവുമല്ല, മെഡിക്കൽ വേൾഡ് ഒരിക്കലും സ്ത്രീ 2ാം തരക്കാരിയാണ് എന്ന് പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കണം. അവർക്ക് ശമ്പളത്തിലുള്ള വ്യത്യാസം മാറ്റണം, അവരോടുള്ള ട്രീറ്റ്മെന്റിലുള്ള വ്യത്യാസം മാറ്റണം. അവർക്ക് സർവതന്ത്ര സ്വതന്ത്രരായി ആ ഫിലിം ഇൻഡസ്ട്രിയുടെ ഏത് മേഖലയിലും പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂഴ്ത്തിവെക്കുകയല്ല ചെയ്യേണ്ടത്. ഗവൺമെന്റ് കുറ്റവാളികളെ ശിക്ഷിക്കണം. കുറ്റവാളികളുടെ കൂടെയല്ല നിൽക്കേണ്ടത്, നിരപരാധികളായ ശക്തകളായ സ്ത്രീജനത്തിന്റെ കൂടെ നിൽക്കണം. ആ സ്ത്രീജനത്തിന്റെ കൂടെയാണ് എന്ന് മറ്റുള്ളവരോട് ആക്ഷൻ എടുക്കേണ്ടവരുടെ പേരിൽ, കുറ്റാരോപിതരുടെ പേരിൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാണ് ഗവൺമെന്റ് പറയേണ്ടത് ഞങ്ങള് സ്ത്രീകളുടെ ഒപ്പമാണ്, ചൂഷിതരുടെ ഒപ്പമാണ്, അല്ലാണ്ട് ചൂഷകരുടെ ഒപ്പമല്ല എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ വെറുതെ വീൺ വാക്കുകൾ കൊണ്ട് ആരെയും വിശ്വസിപ്പിക്കാനോ കയ്യിലെടുക്കുവാനോ ഒരു ഗവൺമെന്റിന് സാധിക്കുകയില്ല. കഴിഞ്ഞ 7 വർഷമായി ഈ ഗവൺമെന്റ് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നടി പീഡിപ്പിക്കപ്പെട്ട ആ ദിവസം തന്നെ അവർക്കറിയാമായിരുന്നു കുറ്റാരോപിതൻ അല്ല കുറ്റക്കാരൻ ആരാണെന്ന്, യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന്. എന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അവളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അവനെ ചേർത്ത് പിടിക്കുന്നു. അതാണ് സംഭവിച്ചത്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കുറ്റാരോപിതർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത്. അപ്പം ഈ കുറ്റാരോപിതർ, അവർക്ക് അപമാന ഭീതി ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും മാന്യതയുടെ ഒരു ചെറു തരിയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവനിരിക്കുന്ന പൊസിഷൻസിൽ നിന്ന് വിട്ടുപോകണം. ഉദാഹരണത്തിന് ഇപ്പം ഒരു ജനസേവകൻ, അത് എം എൽ എ എന്തിനാണ് MLA ആകുന്നത്? ജനങ്ങളെ സേവിക്കാനാണ്. ജനങ്ങളെ സേവിക്കേണ്ടത് ഇങ്ങനെയാണോ? സ്വന്തം ഒപ്പം ജോലി ചെയ്യുന്നവരെ പീഡിപ്പിച്ചാണോ ജനങ്ങളെ സേവിക്കുന്നത്? അത്തരം ലെസൺസ് ആണോ കാണിച്ചു കൊടുക്കേണ്ടത്? അപ്പൊ ആ MLA തന്നെ സ്വയം സ്ഥാനത്യാഗം ചെയ്ത് കാണിച്ചു കൊടുക്കണം, ഞാൻ ഇനിയും തെരഞ്ഞെടുക്കപ്പെടാൻ അർഹനാണെന്ന്. അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഇനി ഒരു അവസരം കൊടുക്കട്ടെ, അപ്പോൾ ജനം പഠിപ്പിച്ചു കൊടുക്കും എന്തായിരുന്നു ആ നടൻ ഇപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് എന്ന കാര്യം. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഈ നടന്മാരോട്, അതായത് സ്ത്രീകൾക്ക് നീതി ലഭിക്കും. ഈ നടന്മാർ അർഹിക്കുന്ന തരത്തിലുള്ള ശിക്ഷ അവർ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. ആ തരത്തിലേക്ക് അവരെ കൊണ്ടുപോകും ഗവൺമെന്റ്, അവരെ എത്തിക്കും കോടതിയും ഗവൺമെന്റും ജനങ്ങളും ഒത്തുചേർന്ന് എന്ന് നമുക്ക് സമാശ്വസിക്കാം.